ഹായ്, ഞാൻ സുരേഷ് ചേർത്തല. കഴിഞ്ഞ ദിവസം ഡയബറ്റിക്കിനെ കുറിച്ച് ഒരു 50 മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു ഓൺലൈൻ ക്ലാസ് ഞാൻ എടുത്തു. ആ ഓൺലൈൻ ക്ലാസ്സിൻ്റെ പ്രസക്തമായ ഭാഗങ്ങൾ മാത്രം ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത്. എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. ഓക്കെ. ടൈപ്പ് 1 4 തരത്തിലാണ് ഷുഗർ ഉള്ളത്. അത് ടൈപ്പ് 1, ടൈപ്പ് 2 ഗസ്റ്റേഷണൽ, അതായത് ഗർഭകാലാവസ്ഥയിൽ സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന ഡയബറ്റിക്, പിന്നെ വളരെ മോഡി, അതായത് അപൂർവങ്ങളിൽ അപൂർവമായിട്ടുണ്ടാകുന്ന ഡയബറ്റിക്. ഇങ്ങനെ 4 തരത്തിലാണ് നമ്മളിങ്ങനെ ഇതിനെ കാണുന്നത്. പൊതുവെ എങ്ങനെയാണ് മെഡിക്കൽ സയൻസ് പറയുന്നത് 4 തരത്തിലുണ്ട് എന്നുള്ളതാണ്. ഓക്കെ. അപ്പോ ഈ 4 തരത്തിലുള്ളതിൽ ഞാൻ ഇന്ന് ഇവിടെ പറയാൻ പോകുന്നത് ടൈപ്പ് 2വിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. കാരണം അങ്ങനെ മറ്റുള്ളതും കൂടി പറയാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് സമയം എടുക്കുന്നുണ്ട്. ടൈപ്പ് 2 ഷുഗറിനെ കുറിച്ചാണ് പറയുന്നത്. കാരണം അതായത് കോമൺ ആയിട്ട് എല്ലാവർക്കും വരുന്ന ഒരു 75% പേർക്കും വരുന്ന ഒരു ഷുഗറാണ് ടൈപ്പ് 2 ഷുഗർ എന്ന് പറയുന്നത്. ബാക്കിയുള്ളതൊക്കെ എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ അത് മറ്റു കോച്ചസോ അല്ലെങ്കിൽ ഞാനോ പറയാം. ഷുഗറിനെ ഈ രീതിയിലുള്ള ഈ ടൈപ്പ് 2 ഷുഗറിനെ വിളിക്കുന്നത് മാറ്റിക്കോളൂ. അതായത് വിളിക്കുന്നത് സൈലന്റ് കില്ലർ എന്നാണ് ഷുഗറിനെ വിളിക്കുന്നത്. അങ്ങനെ പറയാനുള്ള കാരണം അത് ആദ്യകാലത്തൊന്നും ഒരിക്കലും ഒരു ലക്ഷണവും കാണിക്കാതെ വന്ന് നമ്മുടെ ശരീരത്തിലേക്ക് വന്ന് നമ്മളെ ആകമാനം ബാധിക്കുന്ന, ലക്ഷണങ്ങൾ പോലും കാണിക്കാതെ നമ്മളെ ബാധിക്കുന്ന രോഗമാണ് ഡയബറ്റിക് എന്ന് പറയുന്നത്. ഷുഗറിന്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ അത് മാറില്ല, ജീവിതകാലം മുഴുവൻ അതിനെ കൊണ്ടു നടക്കേണ്ടി വരും, നിയന്ത്രിക്കുക. പഴങ്ങൾ എന്നിവ നമ്മൾ കഴിക്കുമല്ലോ, ഭക്ഷണം കഴിക്കുമല്ലോ. ഈ സ്ലൈഡിൽ ഒരു ഗ്രാഫാണ്, ഗ്രാഫിക്സ് വർക്കാണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ചിത്രമാണ്. നോക്കുക, നമ്മൾ കഴിക്കുന്ന അരി, ഗോതമ്പ്, മണ്ണിനടിയിൽ വളരുന്ന കിഴങ്ങുകളൊക്കെ ധാരാളം നമ്മൾ കഴിക്കുമല്ലോ. പഴങ്ങളൊക്കെ കഴിക്കുമ്പോൾ ഇതൊക്കെ കാർബോഹൈഡ്രേറ്റുകളാണ്. ഇവ നമ്മൾ കഴിക്കുമ്പോൾ തന്നെ അത് ദഹിച്ചിട്ട് ഗ്ലൂക്കോസ് ആയി നമ്മുടെ ബ്ലഡിലേക്ക് എത്തും. നോക്കൂ, കണ്ട ഏറ്റവും മുകളിൽ നമ്മൾ ഒരാൾ ക്യാരറ്റ് തിന്നുന്നു, അത് ദഹിക്കുന്നു, അത് ഗ്ലൂക്കോസ് ആയി മാറുന്നു. ലാസ്റ്റ് കാണുന്ന പിക്ചർ അത് ബ്ലഡ് വെസൽ ആണ്, അതിനകത്തേക്ക് ഗ്ലൂക്കോസ് ആയിട്ട് കയറുന്നു. ഗ്ലൂക്കോസ് ആയിട്ട് കയറി കഴിയുമ്പോൾ അത് ബ്ലഡിൽ അങ്ങനെ ദീർഘനാൾ കിടക്കാൻ പാടില്ല, കുറെ സമയം കിടക്കാൻ പാടില്ല. കാരണം അത് ആ ഗ്ലൂക്കോസ് നമ്മുടെ തൊട്ട് താഴെ കാണുന്ന ചിത്രത്തിൽ കോഴിമുട്ടയുടെ ആകൃതി കാണുന്നത് നമ്മുടെ സെല്ലുകളാണ്. ഈ സെല്ലുകളുടെ ഉള്ളിൽ ഈ ഗ്ലൂക്കോസ് ചെന്നാൽ മാത്രമേ നമുക്ക് എനർജി കിട്ടുള്ളൂ. നമുക്ക് ഇതുപോലെ എനിക്ക് ക്ലാസ് എടുക്കാനും നിങ്ങൾക്ക് എന്നെ കൗതുകത്തോടുകൂടി നോക്കിയിരിക്കാനും ഒക്കെ കഴിയുന്നത് ആ എനർജി കിട്ടുമ്പോഴാണ്. അപ്പൊ ഗ്ലൂക്കോസ് സെല്ലുകളിലേക്ക് എത്തണം. പക്ഷെ തനിയെ ഗ്ലൂക്കോസിന് സെല്ലിന്റെ ഉള്ളിൽ പ്രവേശിക്കാൻ കഴിയില്ല. ഗ്ലൂക്കോസ് രക്തത്തിൽ നിറഞ്ഞാൽ, രക്തത്തിലേക്ക് ഗ്ലൂക്കോസ് വന്ന് നിറയും. നമ്മൾ ഭക്ഷണം കഴിക്കുന്ന ഉടനെ തന്നെ ദഹിച്ചിട്ട് ഗ്ലൂക്കോസ് രക്തത്തിൽ നിറയും. ഈ സമയത്ത് വളരെ യാന്ത്രികമായിട്ട് തന്നെ നമ്മുടെ ഉള്ളിൽ പാൻക്രിയാസ് എന്ന് പറയുന്ന ഗ്രന്ഥി ഇൻസുലിൻ എന്ന് പറയുന്ന ഹോർമോണിനെ റിലീസ് ചെയ്യും. താഴെ കാണുമ്പോൾ അറിയാം, പാൻക്രിയാസ് ഗ്രന്ഥിയുടെ ചിത്രമുണ്ട്. അത് വൈ ആകൃതിയിൽ കാണുന്നത് ഇൻസുലിന്റെ ഒരു സിമ്പലാണ്. പാൻക്രിയാസ് ഗ്രന്ഥി ഇൻസുലിൻ ഹോർമോണിനെ റിലീസ് ചെയ്യും. ഈ ഹോർമോൺ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഈ കാണുന്ന ഗ്ലൂക്കോസിനെ സെല്ല് ഓപ്പൺ ചെയ്ത് ഗ്ലൂക്കോസിനെ ഉള്ളിലേക്ക് കടത്തിവിടും. ഇതോടെ രക്തത്തിലെ ഗ്ലൂക്കോസ് ലെവൽ താഴും. ഇതാണ് നമ്മുടെ ഉള്ളിൽ നടക്കുന്ന പ്രോസസ് എന്ന് പറയുന്നത്. ഈ പ്രക്രിയക്ക് തകരാറ് സംഭവിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ എന്ത് സംഭവിക്കുന്നത്? ഷുഗർ രോഗം ഉണ്ടാകുന്നു. ടി വിയിൽ റിമോട്ട് നമ്മൾ ദീർഘകാലം നമ്മളിങ്ങനെ ഉപയോഗിച്ച് കഴിയുമ്പോൾ റിമോട്ടിന്റെ സിഗ്നലുകൾ ടി വി റിജക്ട് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഒന്നെങ്കിൽ റിമോട്ട് മാറും, അല്ലെങ്കിൽ ബാറ്ററി മാറിയൊക്കെ ചെയ്യുന്ന അവസ്ഥ നമുക്കറിയാം. എന്ന് പറഞ്ഞ പോലെ നിരന്തരമായിട്ട് കാർബോഹൈഡ്രേറ്റ് കഴിക്കുന്നു, നിരന്തരമായിട്ട് ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്നു. ഇത് വർഷങ്ങളോളം തുടരുമ്പോൾ, ഇടവേളയില്ലാതെ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്നതോടുകൂടി ഇൻസുലിനെ നമ്മുടെ കോശങ്ങൾ അവഗണിക്കാൻ തുടങ്ങും. ഇത് കാണുമ്പോൾ അറിയാം, ഒന്നാമത്തെ ചിത്രം കാണുമ്പോൾ അറിയാം. നോക്കൂ, ഒന്നാമത്തെ ചിത്രം നോക്കൂ, നമ്മൾ കഴിക്കുന്ന ഫുഡ്. രണ്ടാമത്തെ ചിത്രത്തിലേക്ക് വരുമ്പോൾ അത് ഇൻസുലിൻ ഹോർമോൺ റിലീസ് ചെയ്യുന്നു. മൂന്നാമത്തെ ചിത്രത്തിലേക്ക് വരുമ്പോൾ ആ ഇൻസുലിനെ സെല്ലുകൾ റിജക്ട് ചെയ്യുന്നു. സെല്ലുകൾ റിജക്ട് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കണം നോക്കൂ, അത് ഈ സെല്ലുകൾ ഇതിനെ റിജക്ട് ചെയ്യുമ്പോൾ ബ്ലഡിൽ ഗ്ലൂക്കോസ് അമിതമായിട്ട് കിടക്കും. ഇങ്ങനെ കിടക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നു വെച്ചെന്നാൽ ഈ അമിതമായിട്ട് കിടക്കുന്ന ഗ്ലൂക്കോസ് ഫാറ്റായിട്ട് നമ്മുടെ ശരീരത്തിൽ, കൊഴുപ്പായിട്ട് ശരീരം സ്റ്റോർ ചെയ്യും. ശരീരത്തിന് ആവശ്യമായ ഗ്ലൂക്കോസ് കിട്ടാതെ വരികയും ഈ ഗ്ലൂക്കോസ് കൊഴുപ്പായിട്ട് കൺവെർട്ട് ചെയ്യുകയും ചെയ്യുമ്പോൾ ഫീൽ ടയേർഡ് ആൻഡ് ഹംഗ്രി, നമ്മൾ വിശക്കും, നമുക്ക് ക്ഷീണം അനുഭവപ്പെടും. സ്വാഭാവികമായിട്ടും വിശക്കുകയും ക്ഷീണം അനുഭവപ്പെടുകയും ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ വീണ്ടും കാർബോഹൈഡ്രേറ്റ് കഴിക്കാൻ തോന്നും, നമ്മൾ വീണ്ടും കഴിക്കും. വീണ്ടും അത് മേക്ക് ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്നു. വീണ്ടും മൂന്നാമത്തെ ചിത്രത്തിലേക്ക് വരുമ്പോൾ ഇൻസുലിൻ കോശങ്ങൾ റിജക്ട് ചെയ്യുന്നു. ദെൻ ഇൻസുലിൻ റിജക്ട് ചെയ്യുന്ന സമയത്ത് അത് കൊഴുപ്പായിട്ട് കൺവെർട്ട് ചെയ്യുന്നു. കൊഴുപ്പായിട്ട് കൺവെർട്ട് ചെയ്യുമ്പോൾ നമ്മുടെ സെല്ലുകൾക്ക് ഗ്ലൂക്കോസ് കിട്ടാതെ വരുമ്പോൾ നമ്മൾ വീണ്ടും വിശക്കുന്നു, നമ്മൾ വീണ്ടും കാർബോഹൈഡ്രേറ്റ് കഴിക്കുന്നു. ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഒരാളുടെ ഉള്ളിൽ നടക്കുന്ന ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്ന ഒരു സംഭവം. സ്ലൈഡ് മാറ്റിക്കോളൂ. അപ്പൊ ഇതാണ് നടക്കുക. പക്ഷെ വയറ്റിൽ അടിയുന്ന കാണുന്ന വിസറൽ ഫാറ്റ്,
ഡയബറ്റിക്കിന്റെ വലിയൊരു കാരണക്കാരനാണ്. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഉള്ളിൽ കിടക്കുന്ന വിസറൽ ഫാറ്റ് ഇൻസുലിൻ റെസിസ്റ്റൻസ് വരുത്തുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ കരളിനെയും പാൻക്രിയാസിനെയും കുടലിനെയും ചുറ്റി പൊതിഞ്ഞായിരിക്കും ഈ കൊഴുപ്പ് കാണപ്പെടുന്നത്, അല്ലെ? ശരിയല്ലേ? വിസറൽ ഫാറ്റ് ചില സമയങ്ങളിൽ ചില രാസപദാർത്ഥങ്ങൾ ഉണ്ടാക്കും. അതിന്റെ പേര് അവിടെയുണ്ട്. TNFA, IL-6, റെസിസ്റ്റൻ എന്ന് പറയുന്ന 3 ടൈപ്പ് രാസപദാർത്ഥങ്ങളെ പുറപ്പെടുവിക്കും. ഈ രാസപദാർത്ഥങ്ങൾ ഇൻസുലിന്റെ സിഗ്നലുകൾ സ്വീകരിക്കുന്നതെന്നും സെല്ലുകളെ തടയുന്നു. ദാറ്റ് മീൻസ് ഇൻസുലിന്റെയും സെല്ലുകളുടെ ഇടയിൽ ഒരു പില്ലോ വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയും അതുപോലെ ഈ രാസപദാർത്ഥങ്ങൾ ഇൻസുലിനെയും സെല്ലുകളെയും തമ്മിൽ അകറ്റി മാറ്റുന്നു. അത്രക്ക് വലിയ കുഴപ്പക്കാരനാണ് ഈ അടിവയറ്റിലെ കൊഴുപ്പ്. ചെറിയ കാര്യമല്ല ഇത്. വേറെയും പല കുഴപ്പങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ വരുന്ന ട്രൈഗ്ലിസറൈഡുകൾ, സ്ലൈഡ് മാറ്റിക്കോളൂ. ശരീരത്തിൽ ഉണ്ടാകുന്ന പാൻക്രിയാസ് ഗ്രന്ഥി എന്ത് ചെയ്യുന്നു വെച്ചാൽ അതിന്റെ അകത്തുള്ള ബീറ്റാ സെല്ലുകൾ, പാൻക്രിയാസ് ഗ്രന്ഥിയിലെ ആൽഫ സെല്ലും ബീറ്റാ സെല്ലും ഉണ്ട്. ഇതിലെ ബീറ്റാ സെല്ലുകളാണ് ഇൻസുലിൻ ഹോർമോണിനെ ഉത്പാദിപ്പിക്കുന്നത്. അപ്പോൾ ഈ ഇൻസുലിൻ ഹോർമോണിനെ ഉത്പാദിപ്പിക്കുന്ന ബീറ്റാ സെല്ലുകൾ തളർന്നു പോകും. കാരണം സ്വാഭാവികമാണല്ലേ, കാരണം ഒരു മെഷീന് പ്രവർത്തിക്കുന്നതിന്റെ ഒരു പരിധിയൊക്കെ ഉണ്ട്, അല്ലെ? ഇത് അമിതമായ കാർബോഹൈഡ്രേറ്റിനെ, അമിതമായ ഗ്ലൂക്കോസിനെ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടി ബീറ്റാ സെല്ലുകൾ ഉത്പാദിപ്പിക്കുന്ന ഗ്ലൂക്കോസിന്റെ അളവ് വർഷങ്ങളോളം ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ആ ബീറ്റാ സെല്ലുകൾ തളരുകയും അതോടെ ഇൻസുലിന്റെ ഉത്പാദനം കുറയുകയും അത് ടൈപ്പ് 2 ഷുഗറിലേക്ക് മാറുകയും ചെയ്യും. നെക്സ്റ്റ് സ്ലൈഡ് ഇട്ടോളൂ. ഇതാണ് നമ്മുടെ ബോഡിയിൽ നടക്കുന്ന ഏറ്റവും വലിയൊരു പ്രതിഭാസമാണ് ഈ പറയുന്ന വിഷയം. നെക്സ്റ്റ് സ്ലൈഡ് കണ്ടോളൂ. ഇങ്ങനെയാണ് നമ്മുടെ ഷുഗറിന്റെ ഒരു പാറ്റേൺ. ഏറ്റവും എസെൻഷ്യൽ ആയ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ഫാസ്റ്റിംഗ് ഷുഗർ 70-99 നോർമൽ. എന്നാൽ അത് കഴിഞ്ഞിട്ട് പ്രീ ഡയബറ്റിക്കിലേക്ക് മാറുകയാണെങ്കിൽ ചിലർ പ്രീ ഡയബറ്റിക് ആയിരിക്കും. പ്രീ ഡയബറ്റിക് ആണെങ്കിൽ 100-നും 125-നും ആണ് ഉള്ളതെങ്കിൽ അത് പ്രീ ഡയബറ്റിക് ആണ്. എന്നാൽ 126-ന് മേലേക്ക് പോകുന്തോറും അത് ഡയബറ്റിക് ലെവലിലേക്ക് എത്തും. ഇനി ഭക്ഷണത്തിന് 2 മണിക്കൂറിന് ശേഷം നമ്മൾ ലാബിൽ ചെക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 70-നും 140-നും ഇടയിലാണ് നിങ്ങളുടെ ഷുഗർ എങ്കിൽ അത് നോർമലാണ്. എന്നാൽ നിങ്ങൾ നോർമൽ കണ്ടീഷനിൽ നിന്ന് പ്രീ ഡയബറ്റിക്കിൽ എത്തിയിട്ടുണ്ടെങ്കിൽ 141-199 ആയിരിക്കും നിങ്ങളുടെ പ്രീ ഡയബറ്റിക് കണ്ടീഷൻ. ഇനി ഭക്ഷണത്തിന് ശേഷമുള്ള 2 മണിക്കൂറിന് ശേഷമുള്ള നിങ്ങളുടെ ഷുഗർ 200-ന് മേലാണെങ്കിൽ നിങ്ങൾ ഡയബറ്റിക് ആണ്. ഇനി എപ്പോൾ ചെയ്താലും, നിങ്ങൾ ഉച്ചക്ക് ചെയ്താലും വൈകുന്നേരം ചെയ്താലും നിങ്ങളുടെ ഷുഗർ ലെവല് 200-ന് മേലാണെങ്കിൽ അത് ഡേഞ്ചറസ് ആണ്. 140-നും 141-നും 199-നും ഇടയിലാണെങ്കിൽ നിങ്ങൾ പ്രീ ഡയബറ്റിക് ആണ്. നോക്കൂ, ഇതാണ് ഇതിന്റെ ഒരു കണ്ടീഷൻ. ലാസ്റ്റ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം HbA1c ആണ്. ഷുഗർ ഉള്ളവരും നിങ്ങളുടെ വീട്ടിൽ ആർക്കെങ്കിലും ഷുഗർ ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കുക. ഫാസ്റ്റിംഗ് ഷുഗർ മാത്രമല്ല ചെക്ക് ചെയ്യേണ്ടത്, HbA1c ചെക്ക് ചെയ്യണം. 5.6 അതായത് 5.7 താഴെ, 5.7-ന് താഴെയാണ് നിങ്ങളുടെ HbA1c എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നോർമൽ ആണ്. എന്നാൽ 5.7-നും 6.4-നും ഇടയിലാണ് നിങ്ങൾ പ്രീ ഡയബറ്റിക് ആണ്. ഇനി അടുത്തത് 6.5-ന് മേലെ, ഇപ്പൊ ചേട്ടൻ പറഞ്ഞ പോലെ 6.5-ന് മേലെ, 6.8, 6.9, 7 ഇങ്ങനെയൊക്കെ ഉയരുമ്പോൾ അത് ഡയബറ്റിക് ആണ് എന്നുള്ളതാണ് അതിന്റെ കണ്ടീഷൻ. സ്ലൈഡ് മാറ്റിക്കോളൂ. ഇനി ഷുഗറിന്റെ വേറൊരു പ്രത്യേകത നിങ്ങൾക്കറിയാം. ഗ്ലൂക്കോസ് നമ്മുടെ ശരീരത്തിന് ആവശ്യമാണെന്ന് ഞാൻ പറഞ്ഞു. അത് കൂടാനും പാടില്ല, കുറയാനും പാടില്ല. കുറഞ്ഞെങ്ങാനും ഒരു 30-ലേക്കും 40-ലേക്കൊക്കെ ഷുഗർ കുറഞ്ഞു പോയി കഴിഞ്ഞാൽ ബ്രെയിൻ ഡെത്ത് സംഭവിക്കും. കാരണം എന്താ? ഗ്ലൂക്കോസ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് നമ്മുടെ തലച്ചോറാണ്. ബാക്കിയുള്ള അവയവങ്ങളൊക്കെ കൊഴുപ്പിനെയും പ്രോട്ടീനെയൊക്കെ എടുത്ത് വർക്ക് ചെയ്യും. പക്ഷെ തലച്ചോറിന് ഗ്ലൂക്കോസ് മാത്രമാണ് ഇന്ധനം എന്ന് പറയുന്നത്. അപ്പൊ അതെങ്ങാനും കുറഞ്ഞു പോയി കഴിഞ്ഞാൽ ബ്രെയിൻ ഡെത്ത് ഉറപ്പാണ്. അപ്പൊ കുറയാനും പാടില്ല, കൂടാനും പാടില്ല. കൂടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നത് അറിയാലോ? ഡേഞ്ചറസ് ആണ് കൂടിക്കഴിഞ്ഞാൽ. അപ്പൊ കുറയാനും പാടില്ല, ഗ്ലൂക്കോസ് ലെവൽ കൂടാനും പാടില്ല. ഇതൊരു വലിയ പ്രോബ്ലം ആയിട്ട് മാറും. അപ്പൊ ഇത്ര പ്രധാനപ്പെട്ട ഒരു ഗ്ലൂക്കോസ് ലെവലിനെ നിയന്ത്രിച്ച് കൂടാതെയും കുറയാതെയും മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു വലിയൊരു സംവിധാനമാണ് നിങ്ങൾ ഈ സ്ലൈഡ് കാണുന്നത്. ഇത് ശരീരത്തിൽ പ്രവർത്തിക്കേണ്ടത് ആരൊക്കെയാണ്? തലച്ചോറ്, പാൻക്രിയാസ് ഗ്രന്ഥി, കരള്, മസിലുകൾ, കൊഴുപ്പ് സെല്ലുകള്, അതുപോലെ വൃക്കകള്, അഡ്രീനൽ ഗ്രന്ഥി, ചെറുകുടൽ, ഇങ്ങനെ ഇത്രയും അവയവങ്ങളും പിന്നെ ഈ അഡ്രീനൽ ഗ്രന്ഥി പോലുള്ള ഗ്രന്ഥികളും ഈ ഇൻസുലിൻ ഹോർമോൺ പോലുള്ള ഹോർമോണുകളും പിന്നെ അതുപോലെ തന്നെ ഈ ഗ്രന്ഥികളും ഹോർമോണുകളൊക്കെ ചേർന്ന് ഒരു ടീമായിട്ട് പ്രവർത്തിച്ചാണ് ഈ ഗ്ലൂക്കോസിന്റെ ഉത്പാദനവും വിതരണവും നിയന്ത്രിക്കുന്നത്. അല്ല, ഇൻസുലിന്റെ ഉത്പാദനവും ഇൻസുലിന്റെ നിയന്ത്രണവും ഒക്കെ തുടങ്ങിയ ഭയങ്കര സുപ്രധാന കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് പാൻക്രിയാസ് ഗ്രന്ഥി മാത്രമല്ല, ഇവരൊക്കെ തന്നെ. ഇപ്പൊ ഉദാഹരണത്തിന് നമ്മുടെ ഷുഗർ ലെവൽ ഭയങ്കരമായിട്ട് കൂടി നിൽക്കുകയാണ്, ഫിൽട്ടർ ചെയ്യും വൃക്കകള്, ആവശ്യമില്ലാത്ത ഷുഗറിനെ ഫിൽട്ടർ ചെയ്ത് കളയും.
ആർക്ക്? എന്നെ പോലെ അല്ലെങ്കിൽ നിങ്ങളെ പോലെ നോർമൽ കണ്ടീഷൻ ഉള്ളവർക്ക് അല്ലെ. പക്ഷെ അത് ഡയബറ്റിക്കിലേക്ക് വന്നാൽ ഇതൊന്നും നടക്കില്ല എന്നുള്ളതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. സ്ലൈഡ് മാറ്റിക്കോളൂ. സ്ലൈഡ് വലിയ കുഴപ്പങ്ങളുണ്ടാവും. അത് നമ്മുടെ ഞരമ്പുകളിലേക്ക് ഒരു ചിത്രമാണ്. ശരീരത്തിലെ എല്ലാ ഞരമ്പുകൾക്കും ഈ അവസ്ഥ വരും. എന്ത് പറ്റും? ഇതിങ്ങനെ വരാൻ കാരണം എന്ന് പറഞ്ഞാൽ ഷുഗർ ഉള്ള ഒരാളുടെ ബ്ലഡ് അല്പം പശയൊക്കെയുള്ള അല്ലെങ്കിൽ ഒരു പശിമയുള്ള ഒരു ബ്ലഡ് ആയിരിക്കും അല്ലെ. പഞ്ചസാരയുടെ ആധിക്യം ഉള്ളതുകൊണ്ട് അങ്ങനെ ആയിരിക്കും. അപ്പൊ ചെറിയ ചെറിയ രക്തക്കൊഴലുകളോടെ ഇത് കുറെ നാൾ ഒഴുകുമ്പോൾ രക്തക്കൊഴലുകൾ അടഞ്ഞു പോകും. മാത്രമല്ല ഈ ഇങ്ങനത്തെ ഈ ബ്ലഡിന്റെ വെസലുകളിൽ എന്താ സംഭവിക്കണമെന്ന് വെച്ചാൽ ഇത് ഈ ഉയർന്ന ഗ്ലൂക്കോസ് ചില പ്രോട്ടീനുകളുമായിട്ട് ചേർന്നിട്ട് ചിലതരം ഈ പ്രത്യേകതരം ഒരു കോമ്പൗണ്ട് ഉത്പാദിപ്പിക്കപ്പെടും. അത് ഇതരം പ്രോട്ടീൻ കട്ടകൾ എന്ന് പറയുന്നത്. അതിങ്ങനെ പേസ്റ്റ് പോലെ വന്നിട്ട് ഇങ്ങനെ അടിഞ്ഞിട്ട് ഇതിന്റെ ഉള്ളിലുള്ള ഇലാസ്റ്റിക് സ്വഭാവത്തെ കളഞ്ഞ് ഇത് വളരെ ഹാർഡാക്കി മാറ്റും നമ്മുടെ ഞരമ്പുകൾ. മാത്രമല്ല ഇത് ഇടുങ്ങും കഴിയുമ്പോൾ ബ്ലഡ് വെസലുകളിലൂടെ ബ്ലഡ് ഒഴുകാതെ വരും. അപ്പൊ അങ്ങനെ വരുമ്പോൾ സംഭവിക്കുന്ന പറഞ്ഞാൽ നെക്സ്റ്റ് സ്ലൈഡ് കാണിച്ച് ഈ കാലുകൾക്ക് മരവിപ്പ് സ്റ്റാർട്ട് ചെയ്യും, തരിപ്പ് സ്റ്റാർട്ട് ചെയ്യും. ഇത് കണ്ടോ? ഇത് കാലുകൾക്ക് വരുന്ന ഒരു കുഴപ്പമാണ്. ഇതൊന്നും കാണിക്കരുതെന്ന് ഞാൻ വിചാരിച്ചാണ്. കാരണം ആളുകൾക്ക് ഭയം വരും. ഇങ്ങനെയൊക്കെ ഇപ്പൊ നമുക്കിത് കാണുമ്പോൾ തന്നെ പേടി വരും. അപ്പൊ ഇത് അനുഭവിക്കുന്ന ഒരു അവസ്ഥ നോക്കി കാലൊക്കെ വ്രണമാവും, പൊട്ടിക്കഴിഞ്ഞാൽ സ്ലൈഡ് മാറ്റിക്കോളൂ. കാരണങ്ങളാണ് ഈ സ്ലൈഡ് കാണുന്നത്. തുടർച്ചയായി കാർബോഹൈഡ്രേറ്റ് കഴിക്കുന്നവർ, ഗോതമ്പും അരിയും രാവിലെയും ഉച്ചക്കും വൈകുന്നേരവും ധാരാളമായിട്ട് കഴിക്കുന്നവർ ഓർത്തോ ഡയബറ്റിക്കിലേക്കാണ് നിങ്ങൾ നീങ്ങുന്നത്. വിസറൽ ഫാറ്റ് ഞാൻ ആദ്യം കാണിച്ചു. അടിവയറ്റിലെ കൊഴുപ്പ് അമിതമായിട്ട് അടിഞ്ഞു വയറ് ചാടിയിരിക്കുന്നുണ്ടെങ്കിൽ ഓർക്കുക, വിസറൽ ഫാറ്റ് ആണത്. അത് ഡയബറ്റിക്കിലേക്ക് നിങ്ങളെ നയിക്കും. നിങ്ങൾക്ക് വെയിറ്റ് ലോസ് ചലഞ്ച് പോലുള്ള ചലഞ്ചുകൾ നിങ്ങൾക്ക് നന്നായിട്ട് യൂസ് ചെയ്താൽ വയർ കുറച്ച് ഷുഗറിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. പിന്നെ വ്യായാമം ഇല്ലാത്ത ആളുകൾക്കും കൃത്യമായിട്ട് ഡയബറ്റിക്കിനുള്ള സാധ്യത ഉണ്ടാവും. എന്തുകൊണ്ടാണ് വ്യായാമം ചെയ്യുന്നത് ഷുഗറുമായിട്ട് ബന്ധപ്പെടുന്നത് എന്നുള്ളത് പിന്നീട് നിങ്ങൾ സംശയം ചോദിക്കുന്ന ഞാൻ പറഞ്ഞുതരാം. അതിന് ഉറക്കക്കുറവ്, മാനസിക സമ്മർദ്ദം ഉള്ളവർക്കും ഷുഗർ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പ്രായം ഒരു ഘടകമാണ്. ട്രൈഗ്ലിസറൈഡ് കൂടുന്നതും ഒരു ഘടകമാണ്. ഇത്രയും ഘടകങ്ങളാണ് ഈ ഷുഗറിലേക്ക് നമ്മളെ നയിക്കുന്ന കാരണങ്ങൾ അല്ലെ. ഇപ്പൊ ഇത്രയും നേരം ഞാൻ ഇതിനകത്ത് പറയുന്നുണ്ട് എന്തൊക്കെ ഒഴിവാക്കണം, എന്തൊക്കെ കഴിക്കണം എന്ന് പറയുന്നുണ്ട്. ഷുഗറിന് കാരണമാകുന്ന അരിയും ഗോതമ്പിനെയും കൃത്യമായിട്ട് നിങ്ങളുടെ ഷുഗർ കണ്ടീഷൻ അനുസരിച്ച് അതിനെ ഒഴിവാക്കുകയോ കൺട്രോൾ ചെയ്യുകയോ ചെയ്യണം. ഓട്സ്, മില്ലറ്റ് തുടങ്ങി ആയ സംഗതികൾ, ഓട്സ് മില്ലറ്റ് ഒക്കെ അറിയാലോ, അത് 3 നേരം ഭക്ഷണത്തിന്റെ ഭാഗമാക്കണം. റാഗിയെ ഞാൻ പ്രൊമോട്ട് ചെയ്യുന്നില്ല. കാരണം റാഗി കഴിച്ചാൽ ചില ആളുകൾക്ക് ഗ്ലൂക്കോസ് ലെവല്, ഷുഗർ ലെവൽ കൂടുന്നതായിട്ടാണ് കണ്ടുവരുന്നത്. ഓട്സും മില്ലറ്റും കഴിച്ച് ഷുഗർ വലിയ തോതിൽ കൂടാത്ത രീതിയിൽ അതിനെ കൺട്രോൾ ചെയ്യാൻ പോകാൻ പറ്റും. എന്നാൽ ഈ സ്ഥാനത്ത് അരിയും ഗോതമ്പും കൊണ്ടുണ്ടാക്കിയ ഫുഡാണ് നിങ്ങൾ കഴിക്കുന്നതെങ്കിൽ നിങ്ങൾ ഓർത്തോളൂ, നിങ്ങളുടെ പരിസരത്തുള്ള ഏത് ഡയബറ്റിക് പേഷ്യന്റോ നോക്കിയോളൂ, അവർ രാവിലെ ചപ്പാത്തിയോ അല്ലെങ്കിൽ അരിയുടെ പുട്ടോ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും കഴിക്കുന്നത്. ജീവിതത്തിൽ ഷുഗർ കുറയില്ല. ഷുഗർ ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കും, ശരീരത്തിന്റെ അവസ്ഥകൾ മാറിക്കൊണ്ടേയിരിക്കും. അത് പിന്നീട് കോംപ്ലിക്കേഷനിലേക്ക് എത്തും. നാരുകൾ അടങ്ങിയ പച്ചക്കറികൾ ധാരാളമായി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം. അതുപോലെ സ്നാക്സ് കഴിക്കുന്ന പതിവുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മാറ്റിക്കോളൂ. ബിസ്ക്കറ്റ്, റസ്ക് പോലുള്ള കാര്യങ്ങൾ, പലഹാരങ്ങൾ, പഴങ്ങളൊക്കെ കഴിക്കുന്ന പതിവ് നിങ്ങൾക്കുണ്ടെങ്കിൽ, ചില യൂട്യൂബ് ചാനലിലൊക്കെ പറയും ഗുഡ് ഫാറ്റിന്റെയും ആന്റി ഓക്സിഡന്റുകളായ വിറ്റാമിന്റെയും പ്രസക്തി വരുന്നത് ഇവിടെയാണ്. നെക്സ്റ്റ് സ്ലൈഡ് കാണിക്കുമോ? ഇപ്പൊ നമ്മൾ ഷുഗറിനെ കറക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു 4 ഫുഡിനെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. ഈ സ്ലൈഡ് കണ്ടോ? നിങ്ങൾ കഴിക്കുന്ന ഫുഡാണ് നോക്കിയപ്പോ. വെളുത്തരി, ഓട്സ് 25 ഗ്രാം വെച്ചാണ് ഞാൻ പറയുന്നത്. 25 ഗ്രാം വെളുത്തരിയിലും ഓട്സിലും മില്ലറ്റിലും റാഗിയിലും ഒക്കെയുള്ള, ലാസ്റ്റ് കാണിക്കുന്ന റാഗിയാണ്, റാഗിയിലൊക്കെ ഉള്ള കണ്ടന്റ് എന്നോ നോക്കിയേ. പ്രോട്ടീൻ ഉണ്ട്, ഫാറ്റ് ഉണ്ട്, ഫൈബർ ഉണ്ട്, കാൽസ്യം ഉണ്ട്, അയൺ ഉണ്ട്, മഗ്നീഷ്യം ഉണ്ട്, ഫോസ്ഫറസ് ഉണ്ട്, പൊട്ടാസ്യം ഉണ്ട്, കാർബോഹൈഡ്രേറ്റ് ഉണ്ട്. ഇതിന്റെ അളവ് വെളുത്തരിയിലുള്ളതല്ല ഓട്സിലുള്ളത്, മില്ലറ്റിലും റാഗിയിലും ഉള്ളത്. വെളുത്തരിയുടെ കണ്ടീഷൻ നോക്കിയേ. നോക്കിയേ കാൽസ്യം നോക്കിയേ, വെളുത്തരിയിൽ 3 മില്ലിഗ്രാമേ ഉള്ളൂ. പക്ഷെ നോക്കിയേ ഓട്സിൽ 15 ഉണ്ട്, മില്ലറ്റിൽ 10 മില്ലിഗ്രാം ഉണ്ട്, റാഗിയിൽ അത് കൂടുതലാണ്. പിന്നെ മഗ്നീഷ്യം, ഫോസ്ഫറസ് ഒക്കെ നോക്കി 20 മില്ലിഗ്രാം മാത്രമേ വെളുത്തരിയിൽ കിട്ടുള്ളൂ. പക്ഷെ ഓട്സ് കഴിച്ചാൽ 90 മില്ലിഗ്രാം കിട്ടും. അരിയേക്കാളും എന്തുകൊണ്ടും നല്ലത്, ഷുഗർ ഇല്ലെങ്കിലും നല്ലത് ഓട്സ് തന്നെയാണെന്നുള്ളതിന്റെ തെളിവാണ്. കാരണം ഇതിനകത്ത് ഒരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ, ഇതിനകത്ത് എവിടെയാണ് വൈറ്റമിൻസും മിനറൽസും ഉള്ളത് നിങ്ങൾ നോക്കും. വെളുത്തരിയിലും ഓട്സിലും മില്ലറ്റിലും റാഗിയിലും വിറ്റാമിൻസ് ഇല്ല. ഷുഗർ പേഷ്യന്റിന് ഏറ്റവും കൂടുതൽ വേണ്ടത് വൈറ്റമിൻസ് ആണ്. അതാണ് നമ്മുടെ ഷുഗർ ഏൽപ്പിച്ച ക്ഷതങ്ങളിൽ നിന്ന് നമ്മുടെ ബോഡിയെ കരകയറ്റുന്നത് തന്നെയാണ്, യാതൊരു സംശയമില്ല. മാറ്റിക്കോളൂ. റാഗിയും വീഡിയോ കംപ്ലീറ്റ് കണ്ടല്ലോ.
എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് പറഞ്ഞിരുന്നു. പക്ഷേ ദൈർഘ്യം കൂടുതലായതുകൊണ്ട് കട്ട് ചെയ്ത ഭാഗങ്ങളാണ് ഇപ്പോൾ ഞാൻ നിങ്ങളെ കാണിച്ചത്. കൂടുതൽ അറിയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യുക. ഓക്കെ.